ഹലോ നമസ്കാരം, എല്ലാവർക്കും സൈലം ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പ്രധാനമായും അധ്യാപക ജോലിക്ക് തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അധ്യാപക ജോലിക്കായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു കൺഫ്യൂഷനുള്ള കാര്യമാണ് കേറ്ററ്റുമായി സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ കേറ്ററ്റ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേറ്ററ്റ് ക്വാളിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോവുമായി വന്നിട്ടുള്ളത്. അതായത് ഇനി മുതൽ സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപക നിയമനങ്ങളിലും കേറ്ററ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി താൽക്കാലിക അധ്യാപകരായിട്ട് പോകാനായിരിക്കുന്ന നിങ്ങളുടെ തൊട്ടടുത്ത സ്കൂളുകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലിക്ക് നോക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ താൽക്കാലിക അധ്യാപകരാകാൻ ശ്രമിച്ചാലും ഇനി അങ്ങനെയുള്ള താൽക്കാലിക അധ്യാപകരെ പരിഗണിക്കുമ്പോൾ അവർക്ക് കേറ്ററ്റ് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്നുണ്ട് ഹൈസ്കൂൾ വരെ പൊതുവിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപക നിയമനങ്ങളിലും കേറ്ററ്റ് നിർബന്ധമാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഹൈസ്കൂൾ വരെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനങ്ങളിലും എന്തുണ്ടാക്കിയിട്ടുണ്ട്? കേറ്ററ്റ് പരീക്ഷ അല്ലെങ്കിൽ കേറ്ററ്റ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാക്കി ഉത്തരവ് വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാം, ഈ അടുത്തിടയ്ക്ക് നമ്മുടെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. കേറ്ററ്റുമായി സംബന്ധിച്ചുള്ള ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി താൽക്കാലിക അധ്യാപകരായി സേവനം അനുഷ്ഠിക്കേണ്ട ആൾക്കാർക്കും ഇനി കേറ്ററ്റ് ഉണ്ടെങ്കിൽ മാത്രമേ താൽക്കാലിക അധ്യാപകരായി തുടരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അധ്യാപക യോഗ്യതാ പരീക്ഷ ടെറ്റ് എല്ലാവരും പാസ്സാകണമെന്ന കഴിഞ്ഞ സെപ്റ്റംബറിലെ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം വന്നിട്ടുള്ളത്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വകുപ്പിറക്കിയ ഉത്തരവുകളുടെ നിർദ്ദേശിച്ചിരിക്കുന്ന പൂർണ്ണ യോഗ്യതയുള്ളവർക്ക് മാത്രമേ താൽക്കാലിക അധ്യാപകരായി നിയമിതരാകാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, ഈ പറയുന്ന പോലെ പ്രൈമറി സ്കൂളുകളുടെ കാര്യം അല്ലെ. പ്രൈമറി സ്കൂളുകളിലെ പ്രഥമാധ്യാപകർക്ക് ക്ലാസ് ചാർജ് കൂടി വഹിക്കുന്നതിനാൽ അവർ അവധിയെടുത്താലും താൽക്കാലിക അധ്യാപകരെ നിയമിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്കൂളുകളിൽ പ്രഥമാധ്യാപകരായിട്ടുള്ള ആൾക്കാർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ലീവ് എടുത്താലും തീർച്ചയായും താൽക്കാലിക ഒഴിവുകൾ അവിടെ വരാവുന്നതാണ്. അങ്ങനെയുള്ള താൽക്കാലിക നിയമനത്തിലുള്ള അഭിമുഖത്തിൽ തദ്ദേശ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രതിനിധി വേണമെന്നുള്ള നിർദ്ദേശവും വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉറപ്പായും ഇനി കേറ്ററ്റ് എന്നുള്ളത് ഒരു നിർബന്ധമായ ക്വാളിഫിക്കേഷനായി മാറി എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പറയുന്ന പ്രധാന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവരണ സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ ലേഖനത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, കേറ്ററ്റ് വളരെ നിർബന്ധമായിക്കൊണ്ടിരിക്കുന്നു. ഇനി താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കും കേറ്ററ്റ് വളരെ നിർബന്ധമാണ്. അതുകൊണ്ട് ഒരധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഒരധ്യാപക പരീക്ഷയ്ക്കായി ശ്രമിക്കാനിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും കേറ്ററ്റ് ഉടൻ തന്നെ പാസ്സാവുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, സൈലത്തിൽ നമ്മുടെ കേറ്ററ്റിൻ്റെ ബാച്ചുകൾ നടക്കുന്നുണ്ട് അല്ലെ. കേറ്ററ്റിൽ ധാരാളം അധികം ആൾക്കാരെ കേറ്ററ്റ് എന്ന സ്വപ്നം നേടിയെടുത്തു കൊടുത്തൊരു പ്രധാന പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ സൈലത്തിൻ്റെ ടീച്ചിങ് എക്സാംസ് വിങ് എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായും കേറ്ററ്റ് 1 ലൈവ് ബാച്ച് ഉണ്ട്, ലൈവ് കം റെക്കോർഡ് ബാച്ച് ഉണ്ട്. കേറ്ററ്റ് 2 ലൈവ് കം റെക്കോർഡഡ് ബാച്ച് ഉണ്ട്. കേറ്ററ്റ് 3 മാത്സിൻ്റെ ലൈവ് ബാച്ച് ഉണ്ട്. കേറ്ററ്റ് 3 ഇംഗ്ലീഷിൻ്റെ ലൈവ് ബാച്ച് ഉണ്ട്. കേറ്ററ്റ് 3 നാച്ചുറൽ സയൻസ്, കേറ്ററ്റ് 3 സോഷ്യൽ സയൻസ്, കേറ്ററ്റ് 3 ഫിസിക്കൽ സയൻസ് എന്നിങ്ങനെയുള്ള കേറ്ററ്റിൻ്റെ എല്ലാ കാറ്റഗറിയും നമ്മുടെ ഇവിടെ ക്ലാസ്സുകളായി കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസ് മാത്രമാണ് ഉള്ളത്. 1999, 2500, 3500, ഈ ഒരു 3499 ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ഫീസുകൾ ഉള്ളത്. അപ്പോൾ ഒരു കേറ്ററ്റ് സ്വപ്നം കാണുന്നു, കേറ്ററ്റ് എത്ര ശ്രമിച്ചിട്ടും നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ സൈലം എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ധൈര്യമായി പോകുന്നുള്ളൂ. നിങ്ങളുടെ കേറ്ററ്റ് എന്ന സ്വപ്നം ഞങ്ങൾ നേടിത്തരും. ഒപ്പം നിങ്ങൾക്ക് അധ്യാപകരാകാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ യോഗ്യതയായ കേറ്ററ്റ് എന്ന ആ ഒരു ബാലികേറാമല ഇനി ഇല്ലാതെയാക്കാം. അപ്പോൾ ആരും മറക്കണ്ട, താൽക്കാലിക അധ്യാപകന നിയമനങ്ങളിലും കേറ്ററ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സോ താൽക്കാലിക അധ്യാപകരായി പോകുന്നവർക്ക് പോലും കേറ്ററ്റ് വേണം. അപ്പോൾ തീർച്ചയായും കേറ്ററ്റ് എന്തായാലും ഒരു പ്രധാന ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ എത്രയും വേഗം കേറ്ററ്റ് നേടിക്കൊള്ളൂ, നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്തോളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം.
ബൈ.